പ്രധാനമന്ത്രി നാളെ മണിപ്പൂരിലെത്താൻ വേണ്ടി പോവുകയാണല്ലോ. പക്ഷേ പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തുമ്പോൾ മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ചുരാചന്ദ്പൂരിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു, പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സംഘർഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടുമുൻപ് ഈ ചുരാചന്ദ്പൂരിൽ പ്രധാനമന്ത്രിക്ക് പൊതുപരിപാടി ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി എന്നോടൊപ്പം ചേർന്നു. നോക്കാം എന്താണ് ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഏതായാലും നിങ്ങളൊരു കാര്യം ഓർക്കണം, മണിപ്പൂർ കത്താൻ തുടങ്ങിയിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും അദ്ദേഹം യാത്ര പോയിരുന്നു. പക്ഷേ സ്വന്തം നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു നാടിങ്ങനെ നിന്ന് കത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന ഏറ്റവും ഗൗരവതരമായൊരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. അതിനുശേഷം 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മുടെ സഹോദരിമാരെ തെരുവിൽ നഗ്നരായി ഓടിപ്പിച്ചപ്പോൾ പോലും അങ്ങോട്ടേക്ക് പോകാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. വലിയ വിമർശനങ്ങൾ അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് കേൾക്കേണ്ടി വരികയും ചെയ്തു. ഒടുവിൽ ഇതാ മണിപ്പൂരിൽ ഈ പ്രധാനമന്ത്രി എത്തുന്നത് എങ്ങനെയാണ്? മിസോറാമിൽ ഒരു റെയിൽവേ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തുകയാണ്. എന്തുമായിക്കോട്ടെ, ഇപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയല്ലോ, സന്തോഷം. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഈ വലിയ പ്രതിഷേധങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് ഇന്നലെ കുറേ സംഘടനകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. റഷീദ്, ഗുഡ് മോർണിംഗ്. എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്? പ്രധാനമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വീണ്ടും സംഘർഷഭരിതമാവുകയാണോ മണിപ്പൂർ? ഗുഡ് മോർണിംഗ് മനു. മണിപ്പൂരിൽ കലാപം ആരംഭിച്ചതിനു ശേഷം അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുമ്പോൾ പോലും ഈ കലാപത്തിനും അല്ലെങ്കിൽ സംഘർഷത്തിനും അയവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചുരാചന്ദ്പൂരിലെ ചില മേഖലകളിലൊക്കെ തന്നെയും അക്രമികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വിലക്കുകയും അതോടൊപ്പം അത് ബഹിഷ്കരിക്കുമെന്നുള്ള ചില സംഘടനകൾ പ്രത്യേകമായി ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ചുരാചന്ദ്പൂരിലെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന മേഖലകളിൽ ഈ കൊടിത്തോരണങ്ങളൊക്കെ തന്നെയും നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ചില അക്രമികൾ എത്തിയിട്ടുള്ളത്. ഇവരെ പോലീസ് സാരമായി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസും ഈ അക്രമികളും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ പോലും സംഘർഷമൊഴിയാത്ത സാഹചര്യം തന്നെയാണ് മണിപ്പൂരിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാധാന അന്തരീക്ഷം പുലർത്താനൊക്കെ BJPയും അതോടൊപ്പം മണിപ്പൂർ പോലീസും സംഘടനകളുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അതും പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മെയ്തേ കുക്കി വിഭാഗങ്ങളൊക്കെ തന്നെയും ചില മേഖലകളിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതേസമയം ഇംഫാലിലെ ദേശീയപാത തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുക്കി വിഭാഗം ഇപ്പോൾ മാറിയിട്ടുണ്ട്, നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതേസമയം മെയ്തേ വിഭാഗങ്ങൾ വെടിനിർത്തൽ കരാർ നീട്ടിയതിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് സാധ്യത. എന്തായാലും നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെത്തുന്നത്. ഇംഫാലിലും അതോടൊപ്പം ചുരാചന്ദ്പൂരിലും 2 പരിപാടികളിലായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമായും പങ്കെടുക്കുകയും സന്ദർശനം നടത്തുകയും ചെയ്യുക. ചുരാചന്ദ്പൂരിലെ ചില മേഖലകളിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുമായി സംസാരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി മണിപ്പൂരിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലും പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും 7100 കോടി രൂപയുടെ ചില പദ്ധതികളുടെ ഉദ്ഘാടന പ്രഖ്യാപനമായിരിക്കും ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ നടത്തുക. വികസന പദ്ധതികളുടെ ഉദ്ഘാടനം എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ കലാപത്തിൽ അതിന് എന്തെങ്കിലും ആശ്വാസം പകരാൻ പ്രധാനമന്ത്രിക്ക് കഴിയുമോ എന്നതാണല്ലോ ചോദ്യം. അതാണല്ലോ രാജ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊതുപരിപാടികളൊക്കെ ഉണ്ടോ? ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഒരു പ്ലാനിംഗ് എങ്ങനെയാണ്? ഈ കലാപബാധിത മേഖലകൾ സന്ദർശിക്കുമോ? അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? നിലവിൽ കലാപ മേഖലകൾ സന്ദർശിക്കുമെന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നില്ല. അതേസമയം ഈ കുക്കി വിഭാഗങ്ങളുടെ കേന്ദ്രമായിട്ടുള്ള ചുരാചന്ദ്പൂരിലും അതോടൊപ്പം ഇംഫാൽ മേഖലയിലുമാണ് 2 പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ 2 പരിപാടികളിലും 10,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുസമ്മേളനം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മണിപ്പൂരിലെ BJP ഘടകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക അല്ലെങ്കിൽ ഈ അക്രമികൾക്ക്
അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയായവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകുമോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയും പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ മണിപ്പൂരിലെ BJP നേതൃത്വമോ എത്തുകയും ചെയ്തിട്ടില്ല. എന്തായാലും അത് തന്നെയാണ് ലോകമെമ്പാടും ഉറ്റുനോക്കുന്നത്. കാര്യം ഇത്തരത്തിൽ ഈ പ്രക്ഷോഭം ഉണ്ടായിട്ടും അല്ലെങ്കിൽ കലാപം ഉണ്ടായിട്ടും പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ സമയത്തൊക്കെ തന്നെയും സഭകൾ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാനോ മറുപടി തരാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. മറ്റു മന്ത്രിമാരെ വെച്ച് ചില ഞെട്ടുനടക്കൻ ന്യായങ്ങൾ മാത്രമായിരുന്നു BJP മുന്നോട്ട് വെച്ചിരുന്നത്. അതേസമയം മണിപ്പൂരിലെ ഭരണം തന്നെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായി. മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയുണ്ടായി. ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങളിലേക്കും സാഹചര്യത്തിലേക്കും തന്നെയാണ് മണിപ്പൂർ പോയിരുന്നത്. ആ ഘട്ടത്തിലും പ്രധാനമന്ത്രി ഈ മേഖലയിൽ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകാനോ തയ്യാറാവുകയും ചെയ്യുന്നില്ല. എന്തായാലും ചില സംസ്ഥാനങ്ങളിലെ വോട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം BJP ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിലേക്കുള്ള ഒരു നോട്ടം പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്തായാലും സംഘർഷം ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സംഘടനകളൊക്കെ തന്നെയും ഇതിനോടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം തടയണം എന്നുള്ള ഒരു ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ചില മേഖലകളിൽ സംസ്ഥാന വ്യാപകമാക്കിക്കൊണ്ട് തന്നെ ബന്ദ് നടത്തണമെന്നൊരു ആഹ്വാനം കൂടി ചില സംഘടനകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. മനു, ശരി, ഏതായാലും 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മണിപ്പൂരിലെത്താൻ എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്. ആ നാട് കത്തിയെറിഞ്ഞപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോയതേയില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ഒടുവിൽ അങ്ങോട്ടേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്താണ് അവിടെ വലിയ സംഘർഷം ചുരാചന്ദ്പൂരിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാത്തിരിക്കാം എന്താണ് അടുത്ത നടപടികളെന്ന്.